ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, 1952 ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത് നടന്ന ഒരു സംഭവം പറയാം. അനേകം പേരുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഇടയാക്കിയ ഒരു സംഭവം. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറായ ജോൺ ഹെൻറിക് സ്വന്തം കാറിൽ പെൻസിൽവാനിയയിലെ ഒരു ഗ്രാമപ്രദേശത്തു കൂടി സഞ്ചരിക്കുകയായിരുന്നു. ഭാര്യ കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ടുണ്ട്. ഒട്ടേറെ രസകരമായ കാഴ്ചകൾ ഇരുവരും കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനിടെ ഭാര്യയുമായി നർമ്മസല്ലാപത്തിൽ ഏർപ്പെടാനും ജോൺ മറന്നില്ല. ഭാര്യയാകട്ടെ കുഞ്ഞിനെ മടിയിലിരുത്തി ഭർത്താവിനെ മുട്ടിയൊരുമി തന്നെ മുൻ സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. റോഡിൽ വലിയ തിരക്കുകളില്ലാത്തതുകൊണ്ട് സാമാന്യം നല്ല വേഗതയിൽ കാർ ഓടിക്കുന്ന ത്രില്ലിലാണ് ജോൺ ഹെൻറിക്. കാർ ഒരു വലിയ വളവ് തിരിഞ്ഞപ്പോൾ വലതുവശത്തെ റോഡിൽ അതാ ഒരു പാറക്കല്ല് കിടക്കുന്നു. ഏറെ പരിഭ്രാന്തിയോടെ ജോൺ കാർ ഇടത്തേക്ക് വെട്ടിത്തിരിച്ചു. നിയന്ത്രണം തെറ്റിയ കാർ ഇടതുവശത്ത് റോഡിനരികിലെ കൊക്കയിലേക്ക് മറിയാൻ തുടങ്ങുന്നു. ഹെൻറിക് പെട്ടെന്ന് ബ്രേക്കിൽ ചവിട്ടി. മുന്നോട്ട് അതിശക്തമായ ഒരു ഉലച്ചിലോടുകൂടി കാർ പെട്ടെന്ന് നിന്നു. ഇതിനിടെ മുൻ സീറ്റിലിരുന്ന ഭാര്യ അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചു. കുഞ്ഞിൻ്റെ തല ഡാഷ്ബോർഡിൽ തട്ടാതിരിക്കാൻ നന്നായി പാടുപെടേണ്ടി വന്നു. അതിശയമെന്ന് പറയട്ടെ, ഒന്നും സംഭവിച്ചില്ല. പെട്ടെന്നുണ്ടായ ഉലച്ചിലിൽ കുഞ്ഞ് പേടിച്ച് വല്ലാതെ നിലവിളിച്ചു എന്നേ ഉള്ളൂ. ജോൺ ഹെൻറിയും ഭാര്യയും അന്ന് ചർച്ച ചെയ്തത് മുഴുവൻ ആ കാറപകടത്തെക്കുറിച്ചും അതിൽ നിന്ന് തങ്ങളെ ദൈവം രക്ഷിച്ചതിനെക്കുറിച്ചും മാത്രമായിരുന്നു. എന്നാൽ ജോൺ ഹെൻറിക്കിൻ്റെ എഞ്ചിനീയറിംഗ് ബുദ്ധിയിൽ ഒരു കാര്യം ഉടക്കി. ഇങ്ങനെ കാർ അപകടത്തിൽപ്പെടുമ്പോൾ മുൻ സീറ്റിലിരിക്കുന്നവർ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതും അതല്ലെങ്കിൽ അവർക്ക് ഗുരുതരമായ പരുക്കുണ്ടാകുന്നതും സ്റ്റിയറിംഗ് വീലിലോ വിൻഫീൽഡിലോ നെഞ്ചും ശിരസും മുഖവുമൊക്കെ ശക്തിയായി ഇടിക്കുന്നതിനാൽ ആണ്. ഇതിനൊരു പരിഹാരം എന്താണ്? 1-2 ആഴ്ച ജോൺ ഹെൻറിക് ഇതേക്കുറിച്ച് തല പുകച്ചു. ഒടുവിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വാഹനത്തിനുള്ളിൽ ഉള്ളവരുടെ രക്ഷയ്ക്കായി തലയിണകൾ പോലുള്ള എന്തെങ്കിലും സംരക്ഷണം നൽകുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ചായി ചിന്ത. അതാണ് എയർ ബാഗിൻ്റെ കണ്ടുപിടുത്തത്തിൽ ചെന്നെത്തിയത്. അതോടെ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെയും ഗുരുതരമായി പരിക്കേൽക്കുന്നവരുടെയും എണ്ണം ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്നൊവേഷൻ ആയി എയർ ബാഗ് കരുതപ്പെടുന്നു. സത്യത്തിൽ ആ അപകടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് സ്പോട്ട് തന്നെ ആയിരുന്നില്ലേ? കണ്ടല്ലോ, അതുവരെ ഭൂമിയിൽ നിലവിലില്ലാതിരുന്ന ഒരു സുരക്ഷാ ഉപകരണം നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു കയറിയത്. ഇങ്ങനെയാണ് മനുഷ്യജീവിതത്തെ കൂടുതൽ സുരക്ഷിതവും സുഖകരവും പ്രയോജനപ്രദവുമാക്കാൻ കഴിയുന്ന ഉപകരണങ്ങളും സൗകര്യങ്ങളും അനുദിനം കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഈ കണ്ടുപിടുത്തങ്ങൾ തികച്ചും നൂതനമായ ഒന്നായിരിക്കും, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു സൗകര്യത്തെ കൂടുതൽ കാര്യക്ഷമമുള്ളതാക്കുന്നതിനുള്ള മെച്ചപ്പെടുത്തലാകാം. എന്തു തന്നെയായാലും ഇന്നൊവേഷൻ എന്ന ഇംഗ്ലീഷ് പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പുതുതായി എത്തുന്ന ഉപകരണങ്ങളെയും അവയ്ക്ക് പശ്ചാത്തലമായ ആശയങ്ങളിലും ആണ്. ഇതുപോലെ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ! വീട്ടിലുള്ള ഓരോ വസ്തുവിലേക്കും ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കേ. ചുമരിലിരിക്കുന്ന വാൾ ക്ലോക്ക്, LED TV. ഏതാണ്ട് 30 വർഷം മുമ്പ് എങ്ങനെയുള്ളതായിരുന്നു നമ്മുടെ TV ഒക്കെ? ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ടെലിവിഷൻ്റെ രൂപത്തിലും ഘടനയിലും ദൃശ്യഭംഗിയിലും എന്തെല്ലാം പുതുമകളാണ് വന്നിരിക്കുന്നത്. ഫ്രിഡ്ജ് നോക്കൂ, അതിനുമില്ലേ മാറ്റങ്ങൾ. അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന് വന്നിട്ടുള്ള മാറ്റങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. 5 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന മോഡലിലുള്ള ഫോണാണോ ഇപ്പോൾ കയ്യിലിരിക്കുന്നത്? സ്മാർട്ട് ഫോണിൽ എന്തെല്ലാം പുതിയ പുതിയ സൗകര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലെ കമ്പ്യൂട്ടർ, കസേര, വാഷിംഗ് മെഷീൻ, മിക്സി, എന്തിന് ടൂത്ത് ബ്രഷിന് പോലും മാറ്റങ്ങളുണ്ടായിട്ടില്ലേ? ഇതാണ് ഇന്നൊവേഷൻ. കാലത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ച് സർവത്ര പുതുമകൾ. ജീവിത രീതിയും സംസ്കാരവും മാറുമ്പോൾ നാം പുതുമകൾ തേടുന്നത് തികച്ചും സ്വാഭാവികമാണ്. നമ്മുടെ ആവശ്യങ്ങളും അഭിരുചികളും മാറുന്നതനുസരിച്ച് അവയ്ക്കിണങ്ങുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. 4000 രൂപയുടെ തയ്യൽ മെഷീൻ ചെയ്യുന്ന ജോലി 150 രൂപയുടെ ഹാൻഡ് സൂയിങ് മെഷീൻ ചെയ്യുന്ന ജോലിയും ഒന്നു തന്നെയാണ്. പക്ഷേ ഇവിടെ പണച്ചെലവിൽ ലാഭം, ഉപയോഗിക്കുവാൻ വളരെ എളുപ്പം. ഇതെല്ലാം ഇന്നൊവേഷനെ പിന്തുണയ്ക്കുന്ന ഘടകങ്ങളാണ്. ബിസിനസ് മേഖലയിലേക്ക് കടന്നാൽ ഇന്നൊവേഷൻ ഒരു നിരന്തര പ്രക്രിയയാണ്. ഉപഭോക്താവിൻ്റെ തൃപ്തിക്കനുസരിച്ച് പുതിയ ആശയങ്ങളും അറിവുകളും സ്വീകരിച്ച് നടത്തുന്ന ഒരു നവീകരണ പ്രക്രിയയാണ് ഇന്നൊവേഷൻ. ഇന്നൊവേഷനിലൂടെ പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും രൂപപ്പെടുത്തുന്നു. ലഭിച്ച അറിവുകൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മൂല്യവർധന ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഇന്നൊവേഷൻ. ഉൽപ്പന്നത്തിൻ്റെ മൂല്യം, ഉൽപ്പന്നം ഉപഭോക്താവിന് നൽകുന്ന പ്രയോജനങ്ങൾ, അത് സമൂഹത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് നൽകുന്ന ഫലം എന്നിവയൊക്കെ വർദ്ധിപ്പിച്ച് പുതിയ തലങ്ങളിലേക്ക് ബിസിനസ്സിനെ വളർത്തുവാൻ ഇന്നൊവേഷന് സാധിക്കും. എപ്പോഴും പുതുമ തേടുന്നവരാണ് ഉപഭോക്താക്കൾ. ഏതെങ്കിലും വിധത്തിലുള്ള പുതുമയില്ലെങ്കിൽ പുതിയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ സ്വീകരിക്കപ്പെടുകയില്ല. സ്ഥാപനത്തിൻ്റെ വളർച്ച മുരടിക്കാൻ ഇത് കാരണമാകും. വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്, 1001 Ways to Take Initiative.
അത് രചിച്ചിരിക്കുന്നത് ബോബ് നെൽസൺ എന്ന അനുഗ്രഹീത എഴുത്തുകാരനാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെയേറെ ശ്രദ്ധേയമാണ്. പുതുമയില്ലാത്ത ഒരു ഉൽപ്പന്നമോ സേവനമോ ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. പഴഞ്ചൻ കാര്യങ്ങൾ പഴയ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് പല ബിസിനസ്സുകളും പരാജയപ്പെടുന്നത് തന്നെ. ബിസിനസ്സുകളെ സംബന്ധിച്ച് ഇത് വളരെ വാസ്തവമാണ്. ഇനി ഇന്നൊവേഷനിലൂടെ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വേഗതയും കാര്യക്ഷമതയും ആണ് ഇന്നൊവേഷൻ്റെ രണ്ട് പ്രധാന ചക്രങ്ങൾ. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഇന്നൊവേഷൻ അത്യാവശ്യമാണ്. വിപണിയിലെ മത്സരത്തെയും എതിരാളികളെയും നേരിടാൻ ഇന്നൊവേഷൻ അത്യാവശ്യമാണ്. സാങ്കേതികത വികസിപ്പിച്ചെടുക്കുന്നവരെ ആയിരിക്കില്ല ആദ്യമായി അത് സ്വീകരിച്ച് ഉൽപ്പാദനം നടത്തുന്നവരാണ് മിടുക്കന്മാർ. ആദ്യം സാങ്കേതിക വിദ്യ ആര് സ്വീകരിച്ചു എന്നതല്ല, ഏറ്റവും വേഗത്തിൽ അത് ആരുപയോഗിച്ചു എന്നതാണ് ഇന്നൊവേഷൻ മുഖ്യമായ കാര്യം. സാങ്കേതിക വിദ്യ ആർക്കും ഉണ്ടാക്കാം, പക്ഷേ അതിവേഗം ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നവരാണ് മിടുക്കന്മാർ. കാലത്തിൻ്റെ മാറ്റങ്ങൾക്കൊത്ത് ചുവടുവയ്ക്കുന്ന ബിസിനസ് പ്രസ്ഥാനങ്ങളാണ് മുൻപന്തിയിലേക്ക് കുതിക്കുന്നത്. മികച്ചതും പുതിയതുമായ ആശയങ്ങൾ പലർക്കും ഉണ്ടാകാം, എന്നാൽ അവ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുന്നതാണ് ബിസിനസ്സിൽ പ്രധാനം. ഇത് പറഞ്ഞിരിക്കുന്നത് ജനറൽ ഇലക്ട്രിക്കൽസിൻ്റെ CEO ആയിരുന്ന ജാക്ക് ബെൽറ്റാണ്. ലഭ്യമായിട്ടുള്ള അറിവിനെ പുതിയ ഉൽപ്പന്നമായോ സേവനമായോ മാറ്റുകയാണ് ഇന്നൊവേഷൻ്റെ വഴി. അതിനാണ് ഇന്നൊവേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഇത് ഉൽപ്പന്നത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഉൽപ്പാദനവും ഉയർത്തുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ പുതിയ സംരംഭകർ പുതിയ ഉൽപ്പന്നങ്ങളുമായി വരുമ്പോഴാണ് വിപണിയിൽ മത്സരം മുറുകുന്നത്. ഇന്നൊവേഷൻ ഒരു തരത്തിൽ റിസ്ക്കാണ്. റിസ്ക് എടുത്താൽ മാത്രമേ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുകയുള്ളൂ. പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ അനുദിനം എന്നോണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലോകം തന്നെ നയിക്കപ്പെടുന്നത് ഈ സാങ്കേതിക മുന്നേറ്റത്തിലാണ്. മികച്ച സാങ്കേതിക വിദ്യകൾ ഇപ്പോഴും അല്ല എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. മാറ്റങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിലവാരം ഉയർത്തേണ്ടത് പിടിച്ചു നിൽക്കാൻ ആവശ്യമാണ്. അതിനുവേണ്ടി പ്രാഥമിക തലത്തിൽ ഇന്നൊവേഷൻ്റെ മാനേജ്മെൻറ്റ് നടപ്പാക്കണം. അത്യധികം മത്സരം നിറഞ്ഞതാണ് ഇന്നത്തെ വിപണി. മത്സരത്തെ അതിജീവിക്കണമെങ്കിൽ മറ്റുള്ളവരെക്കാൾ വേഗത്തിലും വില കുറച്ചും മൂല്യം കൂടിയതുമായ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് വേണ്ടത്. എന്നാൽ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മയിൽ തെല്ലും വിട്ടുവീഴ്ച ഉണ്ടാകാനും പാടില്ല. ഏറെ ശ്രദ്ധേയനായ ഗ്രന്ഥകാരൻ ടോണി ടെസലോ പറയുന്ന വാക്കുകൾ കേൾക്കുക. സംരംഭകത്തിൻ്റെ സവിശേഷ ഉപകരണമാണ് ഇന്നൊവേഷൻ. സമ്പത്ത് ഉണ്ടാക്കാൻ വിഭവങ്ങൾ തികച്ചും പുതിയ രീതിയിൽ ഉപയോഗിക്കുന്ന പ്രവൃത്തിയാണ് അത്. പ്രിയപ്പെട്ടവരെ, സംരംഭകൻ്റെ നല്ലൊരു ആയുധമാണ് ഇന്നൊവേഷൻ. പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ച് അല്ലെങ്കിൽ നിലവിലുള്ളതിനെ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിനായി പുതിയ പുതിയ അറിവുകൾക്ക് വേണ്ടി അന്വേഷിക്കുക. ലഭിച്ച അറിവുകൾ വിശകലനം നടത്താനും സമയം കണ്ടെത്തുക. തീർച്ചയായും നിങ്ങൾക്ക് മുന്നേറാനാകും. ഗുഡ് ബൈ.